ഹായ് ഓൾ, ഹീൽ യുവർ ലൈഫ് വിത്ത് നേച്ചർ എന്നുള്ള ഡേ 4 ആണ് ഇന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ ഡേ എന്ന് പറയുന്നത് വാട്ടർ കണക്ഷൻ ആണ്. വാട്ടർ കണക്ഷൻ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ലൈഫിൽ നമുക്ക് നേച്ചറായിട്ട് കിട്ടുന്ന പ്രകൃതിപരമായിട്ട് കിട്ടുന്ന കുറേ വെള്ളമുണ്ട് അല്ലേ. കിണർ വെള്ളമുണ്ട്, റിവർ വാട്ടർ ഉണ്ട്, അതുപോലെ തന്നെ എന്തെങ്കിലും ഓഷ്യൻസ് ഉണ്ടാവാം, സീ ഉണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുഭാഗത്തുമുള്ള എന്തെങ്കിലും സോഴ്സ് ഓഫ് വാട്ടർ ഉണ്ടാവും, എന്തെങ്കിലും ഉറവുകളുണ്ടാവും അല്ലേ, അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്ലോയിങ് വാട്ടേഴ്സ് ഉണ്ടാവും, പോൺസ് ഉണ്ടാവും, നാച്ചുറലായിട്ട് ലഭിക്കുന്ന വെള്ളം. ആ വെള്ളത്തിൻ്റെ അടുത്ത് നിങ്ങളെ മനസ്സിനെയും നിങ്ങളെ ശരീരത്തിനെയും ഇമോഷൻസിനെ ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മൈൻഡ് റീഫ്രഷ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രാക്ടീസാണിതിൽ. ജസ്റ്റ് നിങ്ങളൊരു റിവർ ഫാളിൻ്റെ അടുത്ത് പോയിട്ടിരുന്നിട്ടോ അല്ലെങ്കിൽ ഒരു ഒഴുകുന്ന പുഴയുടെ അടുത്ത് പോയിട്ടിരുന്നിട്ട് ജസ്റ്റ് ഒന്ന് ലിസൺ ചെയ്യുക. ആ വെള്ളത്തിൻ്റെ സൗണ്ടുകൾ, അതിൻ്റെ ഒഴുക്കുകളെ, ആ വെള്ളത്തിലൊന്ന് മുഖം കഴുകുക, ആ വെള്ളത്തിനൊന്ന് ഫീൽ ചെയ്യുക. അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ കിണർ വെള്ളമുണ്ട്, ആ കിണർ വെള്ളത്തിലൊന്ന് കോരി കുളിക്കുക, തലയിലൂടെ ആ വെള്ളത്തിന് ഒന്ന് നമ്മുടെ ബോഡീനെ ഒന്ന് ക്ലെൻസ് ചെയ്യുക. അതുപോലെ തന്നെ ആ വെള്ളം കുടിക്കുക, കിണറിന് നേരിട്ട് കോരിയിട്ട് കുളിക്കുക. അതുപോലെ തന്നെ ആ ഒന്ന് മുഖവും കാലും കൈയും ഒക്കെ ഒന്ന് കഴുകുക. ഇതൊക്കെ നമ്മൾ വാട്ടറുമായിട്ടുള്ള ഒരു കണക്ഷൻ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ഫ്രഷ് വാട്ടർ പൈപ്പിൽ നിന്ന് കിട്ടുന്ന അല്ലാതെ നേരിട്ടുള്ള ഒരു സോഴ്സ് ഓഫ് വാട്ടറിൽ നിന്നും നിങ്ങൾ അതിനെ ഫീൽ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ആക്ടിവിറ്റി കൊണ്ട് യൂസ് ചെയ്യുന്നത്. അത് നിങ്ങൾ ഓഷ്യൻ വേവ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, അവിടെ പോയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ആ വെള്ളത്തിലൊന്ന് ജസ്റ്റ് ടച്ച് ചെയ്യാം, അതിൻ്റെ അടുത്ത് പോയി ഇരുന്നിട്ടോ അല്ലെങ്കിൽ അതിലും ഒന്ന് മുഖം കഴുകുകയോ കാല് കഴുകുകയൊക്കെ ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ ആക്ടിവിറ്റിയിലൂടെ ഇന്ന് ഞാൻ നിങ്ങളോട് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ താങ്ക് യു ഓൾ. നിങ്ങൾ വെള്ളം ശ്രദ്ധിക്കണം, മഴക്കാലമാണ്, കുത്തൊഴുക്കുള്ള വെള്ളമാണ്, ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് വേണം നിങ്ങൾ ഈ ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം പ്രത്യേകം ഇന്നത്തെ ഈ ഒഴുക്കുള്ള വെള്ളത്തിൽ നിങ്ങൾ ഇറങ്ങുമ്പോഴും ഇരിക്കുമ്പോഴൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം, വഴുതലും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് കരുതലോട് കൂടിയിട്ട് ആ നാച്ചുറൽ വാട്ടറിനെ ഫീൽ ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ ആക്ടിവിറ്റിയിലൂടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. താങ്ക് യു ഓൾ.